സംഘപരിവാർ സഹയാത്രികനായ ടി ജി മോഹൻദാസിന്റെ വിദ്വേഷ വീഡിയോയ്ക്ക് എതിരെ പ്രതിഷേധം ശക്തം. നിന്നെ ആരാടാ ഇപ്പൊ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്? ആരുടെ 16 അടിയന്തരത്തിനാടാ നീ വന്നത്? സമരം ചെയ്ത യുവാക്കളെ വെടിവെച്ച് കൊന്ന് ശവം പെറുക്കി ആശുപത്രിയിലിടുമെന്നാണ് ടി ജി മോഹൻദാസ് പറഞ്ഞത്. ഗൗരവൊന്നും കണക്കിലെടുക്കണ്ട, എന്നെ പോലെ തന്നെയാ. എന്ത് ചെയ്യാനാ ലോറൻസ്, അവനും നിന്നെ പോലെ വിവരമില്ലാത്തവനായി പോയില്ലേ? ഈ സമരം ചെയ്യുന്ന ആളുകളോട് എത്രമാത്രം സംഘപരിവാറിന് വിദ്വേഷമുണ്ട് എന്ന് മനസ്സിലാക്കുന്ന തരത്തിലാണ് ടി ജി മോഹൻദാസിന്റെ ഈ പ്രതികരണം. ബാഹുലേൻ, നിങ്ങളോട് എനിക്കൊരു ദേഷ്യമില്ല. വിവരമില്ലായ്മ ഒരു കുറ്റമല്ലല്ലോ. അതെ. നീ ശരിക്കും മണ്ടനാണോ അതോ മണ്ടനെ പോലെ അഭിനയിക്കാണോ? ശരിക്കും മണ്ടനാണ് സാർ. തീർച്ചയായും ടി ജി മോഹൻദാസ് അദ്ദേഹത്തിന്റെ ഒരു യൂട്യൂബ് ചാനലിലാണ് ഈ പ്രതികരണം ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 25-30 മിനിറ്റ് നീണ്ട ഈ പ്രതികരണത്തിൽ അദ്ദേഹം പറയുന്നത്, ഏറ്റവും പ്രധാനമായി പറയുന്നത്, താനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ സമരക്കാർക്ക് നേരെ വെടിവെക്കാൻ ഉത്തരവിടുമായിരുന്നു. ഇങ്ങനെ നിരവധി ആളുകൾ വെടിയേറ്റ് വീഴും, കുറെ പേർ അംഗഭംഗം വരും, അവരെ പെറുക്കിയെടുത്ത് ആശുപത്രിയിൽ കൊണ്ടുപോകും. ഒരു 4 മണിക്കൂർ കൊണ്ട് തീർക്കാവുന്ന പ്രശ്നമായിരുന്നു ഇത്. ഇതാണ് ഇവിടുത്തെ സ്ഥിതി. ഇയാൾക്ക് പിരാന്താണെന്നുള്ളതിന് ഇതിലും വലിയ തെളിവ് ഇനി എന്താണ് വേണ്ടത്? പ്രധാനമന്ത്രി നേരത്തെ ഗുജറാത്ത് മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ഗോദ്ര കലാപം ഉൾപ്പെടെയുള്ള വിഷയം വളരെ വേഗത്തിൽ അടിച്ചമർത്തിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് ഇത് ചെയ്യാൻ കഴിയുമായിരുന്നു എന്നുള്ളതാണ്. ശക്തി കൊണ്ട് തോൽപ്പിക്കാൻ കഴിയില്ല. നമ്മുടെ കയ്യിലാണെങ്കിൽ ബുദ്ധിയും ഇല്ല. വീഡിയോയിലുടനീളം ഈ CJP അല്ലെങ്കിൽ വിദ്യാർത്ഥികളുടെ പ്രതിഷേധവും ആ പ്രതിഷേധത്തിനുണ്ടായ വിജയവും കേന്ദ്ര സർക്കാരിൽ നിന്ന്, കേന്ദ്ര മന്ത്രിസഭയിൽ നിന്ന് ഒരാൾ രാജിവെച്ചതുമൊക്കെ വലിയ നിരാശയോട് കൂടിയാണ് ടി ജി മോഹൻദാസ് അതിനെ കുറിച്ച് പറയുന്നത്. അതിന് തന്തയ്ക്ക് പറക്കാത്തത് തെറ്റൊന്നുമല്ല, പക്ഷെ അതൊരു അലങ്കാരമായി കൊണ്ട് നടക്കരുത്. നീ നാട്ടുകാരെ പൊട്ടം കളിപ്പിക്കലടാ പട്ടി മോനെ. ഇക്കാര്യം കൂടി വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ പ്രതികരണം വന്നതോടുകൂടി വലിയ തരത്തിലുള്ള വിമർശനം ഇതിനെതിരെ ഉണ്ട്. രാജ്യത്തെ വിദ്യാർത്ഥികളെ തന്നെ വെടിവെച്ച് കൊല്ലണം എന്ന ഒരു നിലപാടുള്ള ഒരു സംഘപരിവാർ സഹയാത്രികനെ എന്ന നിലയിൽ വലിയ തോതിലുള്ള വിമർശനം അദ്ദേഹത്തിന് നേരെ ഉണ്ടാകുന്നു. അത് മനസ്സിലായി. വെറുതെ വഴിയെ പോയ വയ്യാവേലിയില്ല പിടിച്ചു വെച്ച് സ്റ്റേഷനിൽ കയറി ആകെ നാണക്കേടായി. നാണം കിടന്നാൽ നമുക്ക് പുത്തിരിയൊന്നുമല്ലല്ലോ. പലതരത്തിൽ പല വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾ എല്ലാവരും ചേർന്ന് നടത്തിയ ഒരു പ്രതിഷേധം. അതിൽ തന്നെ പലതരത്തിൽ അദ്ദേഹം പറയുന്നുണ്ട്, അതിൽ ഉയർത്തിയ മുദ്രാവാക്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. അവരെയൊക്കെ ആ തരത്തിൽ നേരിടണം എന്ന് പറയുന്ന ഒരു വീഡിയോ ആണ് അദ്ദേഹം പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ തരത്തിലുള്ള വിമർശനം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഉയരുന്നുണ്ട്. ലെഫ്റ്റ് ടു മൈസെൽഫ്, എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗബന്ധം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും. ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ് വിൽ ഹാപ്പൻ. താൻ പറിക്കും, പഴം പറിക്കും. പണ്ടാറടങ്ങി കുത്തുമാല എടുത്തു പോട്ടെ നായിന്റെ മോൻ. നശിച്ച് നാറാണക്കല്ലെടുക്കും. അതങ്ങനെ വിടാൻ പറ്റുമോ ബ്രദർ? അതെങ്ങനെ വിടാൻ പറ്റും? തെമ്മാടത്തിലൊന്ന് ഒരിക്കൽ പറഞ്ഞാൽ മതിയോ? ഇവിടെ എന്താ ചോദിക്കാൻ പറയാനോ ആളില്ലേ? എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു. അതും ഇല്ലാതായി. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. പൊതുജനങ്ങളുടെ ശ്രദ്ധയ്ക്ക് 2 ദിവസത്തിനകം ഞാൻ കൂടുതൽ ശക്തി ആർജിച്ച് ഇവിടെ തിരിച്ചെത്തുമെന്ന് ഊന്നി പറയുകയാണ്. ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ചുവന്ന സ്വിച്ച് അമർത്തി.